Next is question number 46. Which one of the following statement is incorrect? ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം ലീനിയർ മോഷൻ ബോത്ത് ഇംപ്ലൈ സീറോ ആക്സലറേഷൻ. ശരിയാണ്. രണ്ടും റെസ്റ്റിൽ എന്ന് പറഞ്ഞാലും ലീനിയർ മോഷൻ യൂണിഫോം ആണെന്ന് പറഞ്ഞാലും വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ സീറോ ആക്സലറേഷൻ ആണ്. എ നെറ്റ് ഫോഴ്സ് ഇസ് നീഡഡ് ടു കീപ്പ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ. ഒരു ബോഡീനെ യൂണിഫോം മോഷനിൽ കീപ്പ് ചെയ്യണമെങ്കിൽ ഒരു നെറ്റ് ഫോഴ്സിൻ്റെ ആവശ്യമില്ല, ഫോഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബി ആണ് ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ വായിച്ചു നോക്കുക, അതെല്ലാം ശരി തന്നെ ആയിരിക്കും. സോ 46 ആൻസർ ഇസ് ബി. ഇനി 47. ഓൺ എ കൺവെയർ ബെൽറ്റ് മൂവിങ് വിത്ത് എ സ്പീഡ് യു, sand falls at the constant rate dm by dt where m is the mass of sand. The extra force required to maintain the speed of the belt is. അപ്പോൾ സ്പീഡ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ട് നമുക്ക് എത്ര എക്സ്ട്രാ ഫോഴ്സ് വേണം എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. നമുക്ക് ഫോഴ്സ് പറഞ്ഞാൽ ഡി പി ബൈ ഡി ടി ആണെന്ന് അറിയാം. ദാറ്റ്സ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ്, ഇവിടുത്തെ കേസിൽ യു ആണ് വെലോസിറ്റി, സോ എം യു എന്ന് എഴുതാം അല്ലേ, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടുത്തെ കേസിൽ മാസ് അല്ല കോൺസ്റ്റൻ്റ് ആക്കി നിർത്തേണ്ടത് യു ആണ്. സോ യുവിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. യു ഡി എം ബൈ ഡി ടി ആണ് അപ്പോൾ എക്സ്ട്രാ ഫോഴ്സ് വരും. സോ ഓപ്ഷൻ ഏതാണ്? യു ഡി എം ബൈ ഡി ടി, ഓപ്ഷൻ ഡി. ഓക്കെ, നിങ്ങൾക്ക് ഇതേ സംഭവം ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ടും കുറേ ഓപ്ഷൻസ് ഇതിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്ക് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് 48. ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് ഗിവ്സ് ദ ചേഞ്ച് ഇൻ. അപ്പോൾ ആക്സലറേഷൻ ടൈം ഗ്രാഫിൻ്റെ എന്ത് ടൈം ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ താഴെ ഏരിയ എന്താണ്? അതായത് ഇൻ്റഗ്രൽ ഏതൊരു ഗ്രാഫിൻ്റെ താഴെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ വൈ ഡി എക്സ് ആണ്. സോ ഇതാണ് നമുക്ക് ആ ഏരിയ കിട്ടുക, ഇൻ്റഗ്രൽ എഫ് ഡി ടി. ഇൻ്റഗ്രൽ എഫ് ഡി ടി ആരാ? ശരിക്ക് ഇമ്പൾസ് ആണ്. ഓർ ഇമ്പൾസ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലേ. ഇത് ശരിക്ക് ഇൻ്റഗ്രൽ എഫ് ഡി ടി പറഞ്ഞാൽ ഇമ്പൾസ് ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇമ്പൾസ് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്. സോ നമ്മളോട് ചോദിച്ച ചേഞ്ച് ഇൻ എന്താണ് ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ താഴെ ഏരിയ എന്നാണ്. ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം, ആംഗുലാർ മൊമെൻറ്റം അല്ല കേട്ടോ, ലീനിയർ മൊമെൻറ്റം, ഓപ്ഷൻ സി. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 49. ക്വസ്റ്റ്യൻ നമ്പർ 49 എന്താ? വെൻ എ മെറ്റൽ സ്പ്രിങ് ഈസ് ഇലോങ്ങേറ്റഡ് വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിൽ ഒരു മെറ്റൽ സ്ട്രിങ് ഇലോങ്ങേറ്റ് ചെയ്താൽ താഴെയുള്ളതിൽ ഏതാ സംഭവിക്കാമെന്നാണ്. അപ്പോൾ മെറ്റൽ സ്ട്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഈസ് ഡൺ ബൈ ദ സ്പ്രിങ്. അത് വർക്ക് ഡൺ ബൈ ദ സ്പ്രിങ് നെഗറ്റീവാണ് വരിക. തൽക്കാലം നമുക്ക് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് അവിടെ അല്ലേ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ്. ട്രൂ ആണ്. കാരണം എന്താ? പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക സ്പ്രിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ ബി ആൻസർ ആണ്. പക്ഷേ നോക്കി നോക്കാം, അതിൽ ഡി എന്ന ഓപ്ഷൻ ഉണ്ട്. ഇറ്റ്സ് ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ടോട്ടൽ മെക്കാനിക്കൽ എനർജിയാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആവില്ല. കാരണം എന്താ? കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റൻ്റ് ആവും. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആവാം, നമ്മൾ പുൾ ചെയ്യുന്ന ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ആവാം. അപ്പോൾ ഇത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ബട്ട് ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ഉള്ളത് മെക്കാനിക്കൽ അല്ല ഉദ്ദേശിച്ചത്. കാരണം അവിടെ ഒരു ആംബിഗ്യൂറ്റി ഉണ്ട്. മെക്കാനിക്കൽ അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഡിയും ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും. ബട്ട് ബി എന്നുള്ളൊരു ബെറ്റർ ഓപ്ഷൻ അവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ബി ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുക. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ്. ബി 50 നോക്കാം. The instantaneous power in terms of force F and instantaneous velocity V is. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റന്റേനിയസ് പവറിൻ്റെ എഫ് ഡോട്ട് വി അല്ലേ, ഫോഴ്സ് ഡോട്ട് വെലോസിറ്റി ആണ് പവർ. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ ബി. പവറിൻ്റെ ഡയമെൻഷനും ഫോഴ്സിൻ്റെ ഡയമെൻഷനും വെലോസിറ്റിൻ്റെ ഡയമെൻഷനൊക്കെ അറിയെങ്കിൽ അത് ബേസ് ചെയ്തുകൊണ്ടും ഇതിലെ ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. ഇനി 51. എ ബോൾ വിത്ത് 10⁻³ joule of kinetic energy collides with a horizontally mounted spring. If the maximum compression of the spring is 50 cm, then the spring constant is. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പ്രിങ്ങിൻ്റെ മേലെ ഒരു കൈനറ്റിക് എനർജി 10⁻³ ജൂൾ കൈനറ്റിക് എനർജിയുള്ള ആൾ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ കൈനറ്റിക് എനർജി മുഴുവനായിട്ടും സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോഴാണ് മാക്സിമം കംപ്രഷൻ കിട്ടുക. സോ നമുക്ക് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു converted into potential energy. So potential energy ആയിട്ടുള്ള half k x max maximum extension square. Kinetic energy എത്ര? 10⁻³ joule ആണ്. is equal to half k into maximum extension 50 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിനെ ഞാൻ 0.5 മീറ്ററിലേക്ക് മാറ്റിയിട്ട് കൊടുക്കും. സോ 10⁻³ ഞാൻ 2 × 10⁻³ ഈക്വൽ ടു k ഇൻറ്റു നമുക്ക് 0.5 സ്ക്വയർ 0.25. ഈ 0.25 ഇങ്ങോട്ട് എടുത്തൂടെ. സോ k is equal to 2 × 10⁻³
ഡിവൈഡ് ബൈ 0.25 പറഞ്ഞാൽ 1/4 ആണ്. 4 മേലേക്ക് വന്നാൽ 8 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് നമ്മളെ കെ. കെൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ അല്ലേ. സോ 8 × 10⁻³ ഓപ്ഷൻ സി. ഓക്കെ. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 52. An object released from certain height h from ground rebounds to a height h/4 after striking the ground. The fraction of the energy lost by it is. നമുക്ക് ഇവിടുത്തെ കേസിൽ ഒരു ഒബ്ജക്റ്റിനെ h ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ എനർജി എത്രയാണ്? ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി അവിടെ കൈൻഡിങ് എനർജി ഇല്ല. ആ ഇനീഷ്യൽ എനർജി mgh ആണ്. അത് h/4 ഹൈറ്റിലേക്ക് റീബൗണ്ട് ചെയ്യുമ്പം അതിൻ്റെ ഫൈനൽ എനർജി എത്രയായിരിക്കും? mgh/4 അല്ലേ. സോ നമുക്ക് ഇവിടുത്തെ ലോസ് ഓഫ് എനർജി എത്ര? ഇനീഷ്യലിന് അല്ലേ എത്ര ഫൈനൽ വരെ എത്ര ലോസ് വന്നു നോക്കാലോ. ദാറ്റ്സ് ഈക്വൽ ടു mgh മൈനസ് mgh/4. ദാറ്റ്സ് ഈക്വൽ ടു 3 mgh/4. ഇതാണ് ലോസ്. നമ്മളോട് ഫ്രാക്ഷൻ ഓഫ് ലോസ് എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഫ്രാക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫ്രാക്ഷന് ലോസ് എത്ര ഉണ്ട് ഡിവൈഡ് ബൈ ഇനീഷ്യൽ എത്ര ഉണ്ട് ആണ് ഫ്രാക്ഷൻ. പെർസെൻറ്റേജ് ആണെങ്കിൽ ഇൻറ്റു 100 കൂടെ വരും. അപ്പോൾ ലോസ് 3 mgh/4 ബൈ ഇനീഷ്യലി mgh ഉണ്ട്. mgh ക്യാൻസൽ ചെയ്താൽ 3/4. അപ്പോൾ 3/4 ആണ് ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ്. സോ ഓപ്ഷൻ ബി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 53. എ സോളിഡ് മെറ്റൽ റിംഗ് ആൻഡ് എ ഡിസ്ക് ഓഫ് സെയിം മാസ് ആൻഡ് റേഡിയസ് ആർ റൊട്ടേറ്റിംഗ് അബൌട്ട് ദെയർ ഡയമീറ്റേഴ്സ് വിത്ത് എ സെയിം ആംഗുലാർ ഫ്രീക്വൻസി. ഒരു സോളിഡ് മെറ്റൽ റിംഗ് ഉണ്ട്. ഇത് റിംഗ് ആണ്. വേറൊരു ഡിസ്ക് ഉണ്ട്. ഞാൻ ഡിസ്ക് ഉള്ളിലും കൂടെ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് ഡിസ്കിനെ അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ടിന് ഒരേ മാസും ഒരേ റേഡിയസുമാണ്. അവരുടെ ഡയമീറ്റേഴ്സിന് എബൌട്ടായിട്ട്, അതായത് റിങ്ങിൻ്റെ ഡയമീറ്ററിന് എബൌട്ടായിട്ടും ഡിസ്കിൻ്റെ ഡയമീറ്ററിന് എബൌട്ടായിട്ടും ഇവർ റൊട്ടേറ്റ് ചെയ്തു വിത്ത് സെയിം ആംഗുലാർ ഫ്രീക്വൻസി. രണ്ടാളുടെയും ആംഗുലാർ ഫ്രീക്വൻസി എന്താണ്? ഒമേഗയാണ്. സെയിം ആംഗുലാർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജീസ് ഈസ്. അപ്പോൾ ഞാൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിങ് എബൌട്ട് ഡയമീറ്റർ, മറ്റത് mr² ആണ് അല്ലേ. mr² ആണ്. എബൌട്ട് ഡയമീറ്റർ ആവുമ്പോൾ ഹാഫാണ് ആവുക. കാരണം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് mr²/2 ആണ്. അതേസമയം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിസ്കോ അത് mr²/2 ആണ് പെർപെൻഡിക്കുലറിൽ. അതിൻ്റെ ഡയമീറ്ററിന് എബൌട്ടുള്ള ആക്സിസ് വരുമ്പം mr²/4. അപ്പോൾ നമ്മളോട് ചോദിച്ചത് കൈനറ്റിക് എനർജി റൊട്ടേഷണൽ റേഷ്യോ ആണ്. റെസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ റിങ്ങിൻ്റെത് ആദ്യം ബൈ ഡിസ്ക് എത്രയാണെന്നാണ് ചോദ്യം. സോ ദാറ്റ്സ് ഈക്വൽ ടു കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താ? ഹാഫ് I ω². സോ ഹാഫ് I റിംഗ് ω² ബൈ ഹാഫ് I ഡിസ്ക് ω². ഒമേഗ രണ്ടും സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോവും. ഹാഫ് ക്യാൻസൽ ചെയ്ത് പോവും. I റിംഗ് എന്താണ്? mr²/2. I ഡിസ്ക് mr²/4. mr² ക്യാൻസൽ ചെയ്ത് 4/2. ദാറ്റ് ഇസ് 2. സോ 2:1 അല്ലെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോ ആണ്. ഓപ്ഷൻ സി ആണ് വരും. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 54. എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഓഫ് 3 പാർട്ടിക്കിൾസ് ഓഫ് മാസസ് m, 2m ആൻഡ് 3m ആർ റെസ്പെക്റ്റീവ്ലി. നോക്കാം, ഇത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എമ്മിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0, 0. 2m ഉള്ളത് 1, 0. 3m ഉള്ളത് -2, 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? അപ്പോൾ എക്സ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1 x1 m × 0 പ്ലസ് m2 x2 2m × 1 പ്ലസ് m3 x3 3m × -2. അറിയില്ലേ ഫോർമുല? ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 m പ്ലസ് 2m പ്ലസ് 3m. എല്ലാത്തിലും m ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ഇനി m × 0, 0. ഇവിടെ 2m × 1 അല്ലേ, ഞാൻ 2 എന്ന് എഴുതുകയാണ്. m എല്ലാത്തിലും ക്യാൻസൽ ചെയ്തു. -6 ഡിവൈഡ് ബൈ 1 പ്ലസ് 2 പ്ലസ് 3 6. സോ ദാറ്റ്സ് ഈക്വൽ ടു -4/6. ദാറ്റ്സ് ഈക്വൽ ടു -2/3. അപ്പോൾ -2/3 എന്നുള്ള ആൻസറാണ് വരിക. ഓപ്ഷൻ ഡി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 55. Radius of gyration of solid cylinder of radius r and length l about its long axis of symmetry. ഒരു സോളിഡ് സിലിണ്ടറിൻ്റെ ലോങ് ആക്സിസ് ഓഫ് സിമെട്രി ആണ് അതിൻ്റെ ആക്ച്വൽ ആക്സിസ് ആണ്. അപ്പോൾ ഡിസ്കിൻ്റെ അതേ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അല്ലേ, mr²/2 എന്നാണ് വരിക. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്തായിരിക്കും? √I/m. ദാറ്റ്സ് ഈക്വൽ ടു √mr²/2 m. ദാറ്റ്സ് ഈക്വൽ ടു m ക്യാൻസൽ ചെയ്ത് r² √r 2ൻ്റെ √2. സോ r/√2 ആണ് വരിക. ഓപ്ഷൻ ബി. ഓക്കെ. Next is question number 56. When no external torque acts on a rotating system,
ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഈസ് നോട്ട് കൺസേർവ്ഡ്. തെറ്റാണ്, ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആവുകയാണ് ചെയ്യുക അല്ലേ, ടോർക്ക് എക്സ്റ്റേണലി ഇല്ലെങ്കിൽ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതാം. വാട്ട് ഇസ് കൈനറ്റിക് എനർജി റൊട്ടേഷണൽ? ഹാഫ് I⍵². നമുക്കറിയാം. പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം, എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം അതായത് I⍵ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലാവേണ്ടി വിചാരിക്കണം കേട്ടോ. അതായത് ടോർക്ക് എക്സ്റ്റേണലി 0 ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും നമുക്കറിയാം. പക്ഷേ ഇവിടുത്തെ കേസിൽ ഈ ഇക്വേഷനിൽ ആംഗുലാർ മൊമെൻറ്റം ഇല്ല. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാക്കണം. അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കുക? കൈനറ്റിക് എനർജി റൊട്ടേഷണൽ ഇസ് ഈക്വൽ ടു ഹാഫ് I²⍵² എന്ന് എഴുതി കൂടെ ഇതിനെ. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് L² അല്ലേ, ഇത് I⍵ അല്ലേ, L²/I. ഈ ഫോർമുല എല്ലാവർക്കും അറിയണ്ടാവും. ഡയറക്റ്റായിട്ട് ആ ഫോർമുല യൂസ് ചെയ്താൽ മതി. L² കോൺസ്റ്റൻ്റ് ആണ്, 2 കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കൈനറ്റിക് എനർജി റൊട്ടേഷണൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു I അല്ലേ വരിക. L² ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു I ആണ് വരിക. അപ്പോൾ ആൻസർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, E ആണ് വരിക. ക്ലിയർ? Next, question number 57. T be the time period of a planet around Sun and D is mean distance from Sun. Then according to Kepler's third law എന്താ? T² proportional to R3. Direct question ആണിത്. T² proportional to D³ ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ C ആണ് വരിക. 57. T² proportional to D³. Kepler's third law എന്താണെന്നാണ് ചോദിച്ചത്. 58. If the Earth shrinks to half of its present size, ഇപ്പോൾ സൈസ് half I means radius half I, and its mass reduced to half of its actual mass, മാസും half I, then acceleration due to gravity on its surface will be. അങ്ങനെയാണെങ്കിൽ acceleration due to gravityക്ക് എന്താ സംഭവിക്കുക നോക്കുക. ഇതിന് acceleration due to gravity സർഫസിലുള്ളത് Gm/r² ആണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? പുതിയ G ആയിരിക്കും ഉണ്ടാവുക. ആ G മാസും half I, റേഡിയസും half I, സൈസ് half I ആണ്, റേഡിയസും half I. സോ Gm/2/r²/4. അപ്പോൾ ഇവിടുത്തെ കേസിൽ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെയാണ് 2 വരിക. ദാറ്റ് ഈസ് ഇക്വൽ ടു 2Gm/r². ഇതല്ലേ G, സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 2G. 2G ഓപ്ഷൻ C. ഓക്കെ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 59. When two identical spheres each of radius r are kept in contact with each other, then the force of attraction between the two spheres is proportional to. അതായത് രണ്ട് സ്ഫിയേഴ്സിനെ കോണ്ടാക്റ്റിൽ വെച്ചിട്ടുണ്ട്. അവരുടെ രണ്ടുപേരുടെ റേഡിയസ് 6 ആണ്. അപ്പോൾ രണ്ടുപേരുടെ റേഡിയസ് 6 ആകുമ്പം അവർ തമ്മിലുള്ള സെൻറ്റേഴ്സ് തമ്മിലുള്ള സെപ്പറേഷൻ എന്താ? 2r ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തിന് പ്രൊപ്പോർഷണലാണ്? ശരി, നമുക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് ഈക്വൽ ടു Gm, രണ്ടാളും ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് m²/2r² അല്ലേ? Gm1 m2/r² അല്ലേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. സോ ഇവിടുത്തെ കേസിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് F ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² പോകും. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇത് റേഡിയസ് ആണ്. ആ R എന്നുള്ളത് റേഡിയസ് ആണ്. അത് മാസിലും ആ റേഡിയസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സോ അതിനെയും കൂടെ നമ്മൾ പുറത്തേക്ക് വെക്കണം. എന്താണ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്, (4r²). ദാറ്റ്സ് ഈക്വൽ ടു G/4r² ഇൻറ്റു V². V എന്നുള്ളത് എന്താ? ഞാൻ ρ² പുറത്തേക്ക് എടുക്കണം, അത് കോൺസ്റ്റൻ്റ് ആണല്ലോ. V എന്ന് പറഞ്ഞാൽ എന്താ? 4/3πr³ അല്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ വോളിയം എന്ന് പറഞ്ഞാൽ ഈ സ്ഫിയർ ആണ്, 4/3πr³². ഇപ്പോൾ നോക്കി ജസ്റ്റ് ബാക്കിയുള്ള എല്ലാവരും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എല്ലാ കോൺസ്റ്റൻസിനെയും കൂടെ ഞാൻ K എന്ന് കൊടുത്തു. ബാക്കി 6 മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ r⁶ വന്നു, താഴെ r² വന്നു അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു KR⁴. സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r⁴. ശരിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒക്കെ കൊടുക്കുക വേരിയിങ് ആൾക്കാർക്കാണ്. പക്ഷേ ഇത് തൽക്കാലം ഈ റേഡിയസിൻ്റെ കേസിൽ റേഡിയസ് കൂടുതലാണോ കുറവാണോ എന്നുണ്ടെങ്കിൽ ഫോഴ്സിനനുസരിച്ച് എന്താ വരിക എന്ന് ചോദിച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r⁴ എന്നാണ് വരിക. ഓപ്ഷൻ B. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 60. വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷനും വിസ്കോസിറ്റിക്കും എന്താ സംഭവിക്കാനാണ്? ഓക്കെ, രണ്ട് ക്വാണ്ടിറ്റിയും ഡിക്രീസ് ചെയ്യും ലിക്വിഡ്സിൽ. സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും ഡിക്രീസ് ചെയ്യും ലിക്വിഡ്സിൽ. പക്ഷേ ഈ ഗ്യാസസിൽ സർഫസ് ടെൻഷന് ഒരു റോളില്ല, വിസ്കോസിറ്റിക്ക് റോളുണ്ട്. ഗ്യാസിൻ്റെ വിസ്കോസിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അത് ശരിക്കും നമുക്ക് പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അതിലേക്ക് പോകേണ്ട NCERT ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണിത്. ശരിക്കും ഗ്യാസസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഏറ്റവും ബെറ്റർ ആൻസർ E ആണ്. ബോത്ത് സർഫസ് ടെൻഷൻ ആൻഡ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസ്.
Okay, so 60th question answer is E. Ini 61. The true statement is 61st question ആണ്. A. Young's modulus of a wire depends on its length. തെറ്റാണ്. Young's modulus ഒരു മെറ്റീരിയലിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. B. The unit of Young's modulus is Newton per meter. തെറ്റാണ്. Newton per meter square ആണ്. Dimensional formula of stress is same as that of force. അല്ല, force by area ആണ് സ്ട്രെസ്. Unit of strain is kilogram per meter square. തെറ്റാണ്. Unit of strain യൂണിറ്റ് ഇല്ലാത്ത ഒരാളാണ് സ്ട്രെയിൻ. Compressibility is reciprocal of bulk modulus. ശരിയാണ്. So 61st answer E ആണ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. കംപ്രസിബിലിറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ആണ്. 62. When a body is strained, energy stored per unit volume. ഒരു ബോഡി സ്ട്രെയിൻ ചെയ്യുമ്പം അതിൻ്റെ എനർജി പെർ യൂണിറ്റ് വോളിയം ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് എനർജി പെർ യൂണിറ്റ് വോളിയം എനർജി ഡെൻസിറ്റീൻ്റെ ഇക്വേഷൻ എന്താ? ഒരു ഇലാസ്റ്റിസിറ്റി ഭാഗത്തുനിന്ന് നമുക്കറിയാൻ പറ്റും ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. ഓക്കെ, പക്ഷെ നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് ആര്? യങ്സ് മോഡുലസ് അല്ലേ? സ്ട്രെസ് ഇവിടുത്തെ കേസിൽ ഓപ്ഷൻസിലൊക്കെ യങ്സ് മോഡുലസും കാണുന്നുണ്ട്. സോ യങ്സ് മോഡുലസ് ആണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ സ്ട്രെസ് കാണുന്നിടത്ത് y ഇൻറ്റു സ്ട്രെയിൻ എന്ന് കൊടുക്കാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെസ് കാണുന്നിടത്ത് y ഇൻറ്റു സ്ട്രെയിൻ എന്ന് കൊടുക്കാം. ഓർ നമുക്ക് സ്ട്രെയിൻ കാണുന്നിടത്ത് സ്ട്രെസ് ബൈ y എന്നും കൊടുക്കാം. ഇപ്പോൾ രണ്ടും കൊടുത്തു നോക്കാം. രണ്ടും കൊടുക്കുമ്പോൾ നമുക്ക് വേറെ വേറെ ആൻസേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് UD ഈസിക്കൽ എനർജി ഡെൻസിറ്റി ഈസിക്വൽ ടു എനർജി പെർ വോളിയം ആണിത് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. ഞാൻ സ്ട്രെസ്സിന് പകരം y ഇൻറ്റു സ്ട്രെയിൻ എന്ന് കൊടുത്തു. അവിടെ ഓൾറെഡി ഉള്ള സ്ട്രെയിൻ ഉണ്ട്. സോ സ്ട്രെയിൻ സ്ക്വയർ ആയി. സോ ഹാഫ് ഇൻറ്റു y ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ അങ്ങനെ ആൻസർ ഇല്ല. y ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ ഉണ്ട്, ഹാഫ് ഇല്ല. സോ നമുക്ക് അതിന് പകരം ഹാഫ് ഇൻറ്റു സ്ട്രെസ് അവിടെ തന്നെ നിർത്തി, എന്നിട്ട് സ്ട്രെയിനിന് പകരം സ്ട്രെസ് ബൈ y എന്ന് കൊടുത്തു. അപ്പോൾ എന്താ കിട്ടാം? ഹാഫ് ഇൻറ്റു സ്ട്രെസ് സ്ക്വയർ ബൈ y. ഇത് ഫോർമുല ബൈഹാർട്ട് അറിയുന്നവർക്ക് 3 ഫോർമുല ബൈഹാർട്ട് ചെയ്യാറുണ്ട്. ഇത് ബൈഹാർട്ട് അറിയുന്നവർക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് ഇൻറ്റു സ്ട്രെസ് സ്ക്വയർ ബൈ സ്ട്രെസ് സ്ക്വയർ ബൈ 2y. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ? ഇനി എന്താ ക്വസ്റ്റ്യൻ നമ്പർ 63. അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെൻ എ ലിക്വിഡ് ഫ്ലോസ് ത്രൂ എ ട്യൂബ് ഓഫ് വേരിയബിൾ ക്രോസ് സെക്ഷൻ A ആൻഡ് വേരിയബിൾ വെലോസിറ്റി V, ദ ക്വാണ്ടിറ്റി ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഈസ് A1 V1 ഈക്വൽ ടു A2 V2. അപ്പോൾ AB ആണ് കോൺസ്റ്റന്റ് അല്ലേ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ AB ആണ് കോൺസ്റ്റന്റ്. സോ ഓപ്ഷൻ സി. 64. Two thermally insulated identical vessels A and B are connected through a stopcock. രണ്ട് thermally insulated identical vessels A യും B ഉണ്ട്. stopcock വെച്ച് സെപ്പറേറ്റഡ് ആണ്. A contains gas at STP, B is completely evacuated. Bയിൽ ഒരു ഗ്യാസും ഇല്ല. അതായത് രണ്ട് ബോക്സസ് ഉണ്ട്. അവർ ഒരു stopcock വെച്ചിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. രണ്ടാമത്തെ Bയിൽ ഒരു ഗ്യാസും ഇല്ല. A, B. രണ്ടും തെർമലി ഇൻസുലേറ്റഡ് ആണ്, ഐഡൻറ്റിക്കൽ ആണ്. അതായത് ഇയാളുടെ വോളിയം തന്നെ ആയിരിക്കും ഇയാൾക്കും. ആർ കണക്റ്റഡ് ത്രൂ എ സ്റ്റോപ്കോക്ക്. എ കണ്ടെയ്ൻസ് എ ഗ്യാസ് അറ്റ് STP. എയിൽ ഒരു ഗ്യാസ് ഉണ്ട് STPയിൽ. ബി ഈസ് കംപ്ലീറ്റ്ലി ഇവാക്വേറ്റഡ്. ബി എന്താണ്? ബിയിൽ ഒന്നുമില്ല, ഇവാക്വേറ്റഡ് ആണ്. ഇഫ് ദ സ്റ്റോപ്കോക്ക് ഈസ് സഡൻലി ഓപ്പൺഡ്, ഈ സ്റ്റോപ്കോക്ക് പെട്ടെന്ന് നമ്മൾ ഓപ്പൺ ചെയ്തു, അപ്പോൾ എന്താ സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുക, ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്രീ എക്സ്പാൻഷനാണ്. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ ഫ്രീ എക്സ്പാൻഷൻ്റെ പ്രത്യേകത? അത് തെർമലി ഇൻസുലേറ്റഡ് കണ്ടെയ്നർ ആയതുകൊണ്ട് അഡയാബാറ്റിക് പ്രോസസ്സാണ്. അത് അഡയാബാറ്റിക് പ്രോസസ്സാണോടുകൂടി ΔQ എന്താണ്? 0 ആണ്. കാരണം മനസ്സിലാവണേ കേട്ടോ. തെർമലി ഇൻസുലേറ്റഡ് കണ്ടെയ്നറിലാണ് നടത്തുന്നത്. ΔQ 0 ആണ്. ഫ്രീ എക്സ്പാൻഷനാണിത്. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അതിന് എഗൻസ്റ്റ് ഒരു ഫോഴ്സ് ഇല്ല. എഗൻസ്റ്റ് എന്തിനെങ്കിലും എഗൻസ്റ്റ് വർക്ക് ചെയ്താൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയുള്ളൂ. ഇവിടുത്തെ കേസിൽ അത് ഫ്രീ എക്സ്പാൻഷൻ ആയതുകൊണ്ട് വർക്ക് ഡണ്ണും 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ? ΔQ ഈക്വൽ ടു ΔU പ്ലസ് W അല്ലേ? ഇതും 0 ഇതും 0 ആണെങ്കിൽ ΔU 0 ആവണ്ടേ? മീൻസ് ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. മീൻസ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഓപ്ഷൻസ് ഇനി നോക്കി നോക്കാം. ടെമ്പറേച്ചർ ഈസ് ഹാവ്ഡ്, ഇൻറ്റേർണൽ എനർജി ഈസ് ഹാവ്ഡ്, ഇൻറ്റേർണൽ എനർജി ഓഫ് ഗ്യാസ് ആൻഡ് പ്രഷർ ആർ ഹാവ്ഡ്, ടെമ്പറേച്ചർ ഇൻറ്റേർണൽ എനർജി ഓഫ് ഗ്യാസ് റിമെയിൻ സെയിം, പ്രഷർ ആൻഡ് ഇൻറ്റേർണൽ എനർജി ഓഫ് ഗ്യാസ് റിമെയിൻ സെയിം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസിൽ ബാക്കിയുള്ള എന്തെങ്കിലും മാറ്റമാണ്. ടെമ്പറേച്ചർ ഫസ്റ്റും ലാസ്റ്റും മാറ്റം ഉണ്ടാവില്ല. മനസ്സിലായി കേട്ടോ. ഇതൊരു ഐസോതെർമൽ ΔUവും കൂടെ 0 ആയതുകൊണ്ട് നമുക്കിത് ഐസോതെർമലിലേക്കും വിചാരിക്കാം. ഐസോതെർമൽ പ്രോസസ്സ് അല്ല ശരിക്കും, അതിൻ്റെ ഇടയിൽ ടെമ്പറേച്ചർ വേരി ചെയ്യാം. പക്ഷേ ഇനീഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. ഫ്രീ എക്സ്പാൻഷൻ്റെ പ്രത്യേകത തന്നെ അതാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇനീഷ്യൽ കേസിലുള്ള P1 V1 ഫൈനൽ P2 V2 സെയിം എന്ന് കൊടുക്കാം. കാരണം ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ആ ഇക്വേഷനിലെ അത് ഇനീഷ്യലിൻ്റെ പ്രഷറും ഫൈനലും അതിൻ്റെ ഇടയിൽ ഉള്ള പ്രോസസ്സ് ഐസോതെർമൽ ആവണമെന്നില്ല. അതുകൊണ്ട് ഇതിന് ഐസോതെർമൽ പ്രോസസ്സ് വിളിക്കാൻ പാടില്ല. നീറ്റ് 2020 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു, ഇത് ഏത് പ്രോസസ്സാണെന്ന് ചോദിച്ചിട്ട്. അഡയബാറ്റിക് എന്നാണ് ആൻസർ, കാരണം അത് ഐസോതെർമൽ പ്രോസസ്സ് അല്ല. പക്ഷേ ഐസോതെർമലിൻ്റെ സ്വഭാവം കാണിക്കും. മീൻസ് P1 V1 = P2 V2 ആയിരിക്കും ഇനീഷ്യലും ഫൈനലും വെച്ച് നോക്കുമ്പോൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് പ്രഷറിൻ്റെ കേസിൽ പ്രഷർ ഇപ്പോൾ വോളിയം ഡബിൾ ആവുന്നതുകൊണ്ട് പ്രഷർ ഹാഫ് ആവും. ഇപ്പോൾ പ്രഷർ ഈസ് ഹാവ്ഡ് എന്ന് പറഞ്ഞൊരു ഒറ്റ ഓപ്ഷനും ഇല്ല. മീൻസ് P1 V1 = P2 V2 നോക്കുമ്പോൾ വോളിയം ഡബിൾ ആവുന്നുണ്ട്, അപ്പോൾ പ്രഷർ ഹാഫാണ് ആവുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല. പകരം ഇൻറ്റേർണൽ എനർജിയും ടെമ്പറേച്ചറും റിമെയിൻ സെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ആൻസർ വരിക. ഇൻറ്റേർണൽ എനർജിയിൽ മാറ്റം ഉണ്ടാവില്ല, ടെമ്പറേച്ചറും മാറ്റം ഉണ്ടാവില്ല. സോ ഓപ്ഷൻ ഇതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഏതാ വരിക? ഡി ആണ്. Okay. Next one is question number 65. A process in which there is no flow of heat between system and surrounding. Heat flow ചെയ്യണില്ല സിസ്റ്റവും സറൗണ്ടിങ് തമ്മിലുണ്ടെങ്കിൽ ആ പ്രോസസ്സിൻ്റെ പേരാണ് അഡിയാബാറ്റിക് പ്രോസസ്. സോ 65 ആൻസർ ഇസ് എ. ഇനി 66. When temperature of source of Carnot engine is 400 Kelvin, the efficiency is 25%. The required increase in temperature of the source to increase the efficiency to 50%. ഡയറക്റ്റ് സാധാരണ പോലെ കാർനോട്ട് എഞ്ചിൻ ചോദിക്കുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ഓഫ് കാർനോട്ട് എഞ്ചിൻ. സോഴ്സ് ഉണ്ട്, സിങ്കും ഉണ്ട്. സാധാരണ കേസിൽ നമ്മൾ സോഴ്സിൻ്റെ ടെമ്പറേച്ചറിന് T1 എന്നാണ് കൊടുക്കുക. T1 400 Kelvin ആണ്. അങ്ങനെ ആകുമ്പോൾ എഫിഷ്യൻസി 25% ആണെന്ന് പറഞ്ഞത്. സോ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താ? 1 - T2/T1. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി എത്ര പെർസെൻറ്റേജാണ്? 25%. സോ 25/100 ഇസ് ഈക്വൽ ടു 1 - T2 എത്രയെന്ന് അറിയില്ല /400. അപ്പോൾ നമുക്ക് ഈ 25/100 1/4 എന്ന് എഴുതാം. സോ 1/4 ഇസ് ഈക്വൽ ടു 1 - T2/400. T2/400 ഈക്വൽ ടു 1 - 1/4 ദാറ്റ്സ് ഈക്വൽ ടു 3/4. അപ്പോൾ സോ T2/400 ആണ് 3/4. 4 ക്യാൻസൽ ചെയ്താൽ 100. സോ T2 ഈക്വൽ ടു 300 Kelvin എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സിങ്കിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ കിട്ടി. ഇനി എന്താ ചോദിച്ചത്? സോഴ്സിൻ്റെ ടെമ്പറേച്ചറിൽ റിക്വയർഡ് ഇൻക്രീസ്, ഫൈനൽ എത്രയെന്നല്ല, എത്ര ഇൻക്രീസ് ചെയ്യണം ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി. റിക്വയർഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ടു 50%. അതായത് ഫൈനൽ എഫിഷ്യൻസി 50% ആവണം. സോ ഇപ്പോഴുള്ള സെക്കൻഡ് കേസിൽ 50%ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈറ്റ ഈക്വൽ ടു 1 - T2 സെയിം തന്നെയാണ്. T2 മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. T1 ഇത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് എത്രയും നല്ല ക്വസ്റ്റ്യൻ. T1 T1 തമ്മിലുള്ള വ്യത്യാസം എത്ര? എന്നാൽ ശരി, ഈറ്റ് എത്രയാണ്? 50/100 ഇസ് ഈക്വൽ ടു 1 - T2. T2 എത്രയാണ്? T2 തന്നെ യൂസ് ചെയ്യാൻ നമുക്ക് 300 - T1 ഡിവൈഡ് ബൈ T1. സോ ഇത് 1/2 ആണ്. ഇസ് ഈക്വൽ ടു 1 - 300/T1. അപ്പോൾ ഇങ്ങോട്ട് എടുത്താൽ 300/T1 ഇസ് ഈക്വൽ ടു 1 - 1/2 ദാറ്റ്സ് ഈക്വൽ ടു 1/2. സോ T1 ഇസ് ഈക്വൽ ടു 300 × 2 ദാറ്റ് ഇസ് 600 Kelvin. ഇപ്പോൾ T1 ഇനീഷ്യലി എത്രയായിരുന്നു? T1 ഇനീഷ്യലി 400 Kelvin ആയിരുന്നു. അപ്പോൾ റിക്വയർഡ് ഇൻക്രീസ് നമ്മളോട് ചോദിച്ചത് റിക്വയർഡ് ഇൻക്രീസ് എത്രയെന്നാണ്. സോ റിക്വയർഡ് ഇൻക്രീസ് ഇസ് ഈക്വൽ ടു 600 Kelvin - 400 Kelvin ഇസ് ഈക്വൽ ടു 200 Kelvin ആണ് നമുക്ക് റിക്വയർഡ് ചെയ്തിട്ടുള്ള ഇൻക്രീസ്. സോ ഓപ്ഷൻ ഇ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 67. When an ideal diatomic gas is heated at constant pressure, fraction of heat energy supplied that increases the internal energy of the gas is. അതായത് ഒരു ഐഡിയൽ ഡയാറ്റോമിക് ഗ്യാസിനെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി ദാറ്റ് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യും എന്നാണ് ചോദ്യം. ആ ടോട്ടൽ എനർജിയിലെ എത്ര ഫ്രാക്ഷൻ ആണ് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യുക? അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസിൽ 67th ക്വസ്റ്റ്യനിൽ ശരിക്കും ΔQ ഈക്വൽ ടു ΔU + W എന്നാണല്ലോ നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഒരു ഐഡിയൽ ഡയാറ്റോമിക് ഗ്യാസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഹീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഫ്രാക്ഷൻ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടാകും? ഇപ്പോൾ ΔQ എന്താ അവിടെ? ΔQ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര മോൾസ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് CP ഉള്ള ഇത് കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ഇതായതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് ഞാൻ മ്യൂ എന്ന് എടുക്കുകയാണ്. സോ മ്യൂ CP ΔT ആണ് ΔQ. ΔUO മ്യൂ CV ΔT. നമ്മളോട് ചോദിച്ചത് എത്ര ഫ്രാക്ഷൻ ടോട്ടൽ എനർജീൻ്റെ, ഇതാണ് ടോട്ടൽ എനർജി, അതിൻ്റെ എത്ര ഫ്രാക്ഷനാണ് ഈ
ഇൻ്റേണൽ എനർജി ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ക്യൂ എത്രയെന്നാണ് ചോദിച്ചത്. മ്യൂ ഒക്കെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി വി ബൈ സി പി എത്രയെന്നാണ് ചോദിച്ചത്. ഈ ഡയാറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഡയാറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ സി പി ബൈ സി വി അല്ലേ, സി പി ബൈ സി വിൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ സി പി കിട്ടോട്ടെ, സി പി ബൈ സി വി എത്രയാണ് ഡയാറ്റോമിക് ഗ്യാസിന് 1.4 അല്ലെങ്കിൽ 7/5 കൈനറ്റിക് തിയറി നമ്മൾ പഠിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 5/7 എന്നാണ് കിട്ടുക. 5/7 ഓപ്ഷൻ ഇ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 68. Ratio of kinetic energy values of 4 gram of hydrogen to 7 gram nitrogen at room temperature is. സോ നമുക്ക് രണ്ടും ഡയാറ്റോമിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ കേസിൽ രണ്ടിൻ്റെയും കൈനറ്റിക് എനർജീസിൻ്റെ വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ ആ ടെമ്പറേച്ചറിൻ്റെ മാത്രമല്ല റൂം ടെമ്പറേച്ചറുമാണ്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ എടുക്കേണ്ട ആവശ്യമില്ല, അതേപോലെ ഗാമൻ്റെ വേരിയേഷൻ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ടാളും ഡയാറ്റോമിക് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആകെ നമ്പർ ഓഫ് മോൾസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ നമ്പർ ഓഫ് നമുക്ക് റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി വാല്യൂസ് ഓഫ് 4 gram ഓഫ് ഹൈഡ്രജൻ ടു 7 gram ഓഫ് നൈട്രജൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം രണ്ടാളുടെയും 1 മോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മോൾ ഏത് ഡയറ്റോമിക് ഗ്യാസ് എടുക്കുകയാണെങ്കിലും സെയിം എനർജിയാണ്. പറഞ്ഞാൽ മനസ്സിലായോ? സോ ആ 1 മോളിൻ്റെ എനർജി ലെറ്റ് ഇറ്റ് ബി ഇ. രണ്ട് ഡയാറ്റോമിക് ആണോ അത് ആരാന്നുള്ളത് നോക്കുന്നില്ല അല്ലേ. രണ്ടാളുടെ എനർജി 5/2 RT ഡയാറ്റോമിക് ആണെങ്കിൽ ഇൻ്റേണൽ എനർജി 5/2 RT അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആരെ ഡിപ്പെൻഡ് ചെയ്യണില്ല, അത് ഏത് ഗ്യാസ് ആണെന്നുള്ള ഡിപ്പെൻഡ് ചെയ്യണം. ഡയാറ്റോമിക് ആണോ രണ്ടാളുടെ 1 മോളിൻ്റെ എനർജി സെയിം ആണ്, അത് ലെറ്റ് ഇറ്റ് ബി ഇ. അപ്പോൾ നമുക്ക് 68th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് തന്നിട്ടുള്ളത് 4 gram ഹൈഡ്രജൻ ആണ്. ഇതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? നമ്പർ ഓഫ് മോൾസ് ഈസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഹൈഡ്രജൻ്റെ മോളാർ മാസ് 2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2 ആണ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇവിടുത്തെ എനർജി ഞാൻ എനർജി ഓഫ് H2 എന്ന് എഴുതുകയാണേ. ഇവിടുത്തെ എനർജി 2 മോളിൻ്റെ എനർജിയാണ്. 1 മോളിന് ഇ ആണ് എനർജി. സോ ഇവിടുത്തെ എനർജി 2E ആണ്. ഇനി നൈട്രജൻ്റെ എത്രയാണ് തന്നിട്ടുള്ളത്? 7 gram നൈട്രജൻ. ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഗിവൺ മാസ് ബൈ മോളാർ മാസ് 28 ആണ് നൈട്രജൻ്റെ. സോ ഇസ് ഈക്വൽ ടു 1/4. അപ്പോൾ എനർജി ഓഫ് നൈട്രജൻ എത്ര വരിക? 1/4 ടൈംസ് ഇ അല്ലേ. നമ്പർ ഓഫ് മോൾസ് 1/4 ആണ്. അപ്പോൾ E/4. നമ്മളോട് ചോദിച്ചത് ഇതിൻ്റെ റേഷ്യോ എന്താണ്. സോ എനർജി ഓഫ് ഹൈഡ്രജൻ ഈസ് ടു എനർജി ഓഫ് നൈട്രജൻ ഇസ് ഈക്വൽ ടു 2E ഡിവൈഡ് ബൈ E/4. E ക്യാൻസൽ ചെയ്യും. 2 × 4 8:1 ആണ് വരിക. ഈ 8:1 എന്നുള്ളൊരു ഓപ്ഷൻ ഇതിലില്ല, കീഴിൽ എന്തെങ്കിലും എററായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 69ലേക്ക് പോകാം. വാട്ട് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 69? A planet with radius r and acceleration due to gravity g will have atmosphere only if RMS speed of air molecules is less than. നോക്കുക, RMS speed of air molecules എസ്കേപ്പ് വെലോസിറ്റിനേക്കാളും കൂടുകയാണെങ്കിൽ, അതായത് ആ പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിനേക്കാളും കൂടുകയാണെങ്കിൽ അവിടെ ആ അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല, കാരണം മോളിക്യൂൾസൊക്കെ എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ RMS സ്പീഡ് എന്തിനേക്കാളും കുറവായിരിക്കണം? ഈ എസ്കേപ്പ് സ്പീഡിനേക്കാളും കുറവായിരിക്കണം. അപ്പോൾ എസ്കേപ്പ് സ്പീഡ് എത്രയെന്നാണ് ചോദ്യം ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. വാട്ട് ഇസ് എസ്കേപ്പ് സ്പീഡ് ഓഫ് എ പ്ലാനറ്റ്? എസ്കേപ്പ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 2 ഫോർമുല ഉണ്ട്. ഒന്ന് √2gm/r, അല്ലെങ്കിൽ നമുക്കിവിടെ r² ഇവിടെ ആറും കൊടുത്തു കഴിഞ്ഞാൽ √2gr. അപ്പോൾ ഇവിടുത്തെ കേസിൽ GRൻ്റെ ടേംസിലാണ് വേണ്ടത്. √2gr ആണ്, റൂട്ടിൻ്റെ ഉള്ളിലാണ് 2. അപ്പോൾ 2√gr അല്ല ആൻസർ. 1.414 അല്ലേ √2. സോ 1.414 ആണ് √2 ഇൻറ്റു √gr ആണ് വരും. സോ ഓപ്ഷൻ എ ആണ് വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 70. ഇഫ് ദ റേഷ്യോ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ടു ദാറ്റ് ഓഫ് സർഫസ് ഓഫ് ദ മൂൺ ഈസ് 6:1. അപ്പോൾ 70th ക്വസ്റ്റ്യൻ എന്താണ്? റേഷ്യോ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ സർഫസ് ഓഫ് എർത്ത് GE ഈസ് ടു സർഫസ് ഓഫ് മൂൺ ഈസ് 6:1 ആണ് തന്നിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് പീരിയഡ്സ് ഓഫ് സിമ്പിൾ പെൻഡുലം ഓൺ ദെയർ സർഫസ് ഈസ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരിയഡ്സിൻ്റെ റേഷ്യോ ഈ സർഫസിൽ എന്തായിരിക്കും? അപ്പോൾ ഞാൻ കിട്ടേണ്ടത് TE ഇസ് ഈക്വൽ ടു 2π√L/GE ആയിരിക്കും. അതേപോലെ TM എന്ന് പറഞ്ഞാൽ 2π√L/GM ആയിരിക്കും. നമുക്ക് TE ഈസ് ടു TM അല്ലെങ്കിൽ TE/TM ആണ് വേണ്ടത്. സോ 2π ക്യാൻസൽ ചെയ്യും, √L ക്യാൻസൽ ചെയ്യും, √GM/GE എന്നാണ് വരിക അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു നോക്കാം GE/GM ആണ് 6. സോ GM/GE എന്ന് പറഞ്ഞാൽ √1/6. സോ 1:√6 ആണ് ആൻസർ ആയിട്ട് വരിക. 1:√6 ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 71. The velocity of transverse wave എന്നാണ്. Transverse wave propagating on a stretched string represented by the equation.
വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷൻ y is equal to 0.5 sin pi/2t plus pi/3x എന്ന് പറഞ്ഞിട്ടുണ്ട്. where x and y are in meters and t is in second. ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ് ക്വസ്റ്റ്യൻ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ω/k. ഇവിടെ ടീൻ്റെ കൂടെ വരുന്ന ആളാണ് ഒമേഗ, എക്സിൻ്റെ കൂടെ വരുന്ന ആളാണ് കെ. സോ നമുക്ക് ടീൻ്റെ കൂടെ ആൾ ആദ്യം, സോ π/2 ബൈ എക്സിൻ്റെ കൂടെ വരുന്ന π/3 അല്ലേ, ω/t + kx എന്നല്ലേ വേവിൻ്റെ ഇക്വേഷൻ. സോ പൈ ക്യാൻസൽ ചെയ്തു, 3/2 ദാറ്റ്സ് ഈക്വൽ ടു 1.5 m/s എന്നാണ് വരിക. ഓപ്ഷൻ ഇ ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 72 എന്താണ്? Kinetic energy of a particle of mass m executing linear simple harmonic motion with angular velocity omega and amplitude a is 1/4 ma² omega². അത് കൈനറ്റിക് എനർജി ഒരു പ്രത്യേക പോയിന്റിൽ 1/4 ma² omega² ആണ് തന്നിട്ടുണ്ട്. അത് മെയിൻ പൊസിഷനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഏതൊരു പോയിന്റിലെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് 12 mv² ആണ്. വെലോസിറ്റി അറ്റ് എനി പോയിന്റ്, SHM-ലെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? ഒമേഗ ഇൻറ്റു √(a² - x²). എക്സ് ആണ് മെയിൻ പൊസിഷനിലുള്ള ഡിസ്റ്റൻസ്, എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്. ഞാൻ ആംപ്ലിറ്റ്യൂഡിനെ എ എന്ന് തന്നെ എഴുതാം. സോ ഞാനിതിനെ 12 m ω², ഈ ഒമേഗൻ്റെ സ്ക്വയർ, ബാക്കി √(a² - x²) റൂട്ട് പോകും, a². അപ്പോൾ ഇത് 1/4 ma² omega² ആണെങ്കിൽ എക്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. കൈനറ്റിക് എനർജി ഏത് പോയിന്റിലാണ് കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ 12 m ω² a² - x² is equal to 1/4 m ω² a². സോ m ω² ഒക്കെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഹാഫിൽ 2ഉം ഇവിടെ 2ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ബാക്കി ഇവിടെ a² - x² ഉള്ളൂ. ഇവിടെയോ? ഇവിടെ a²/2. അപ്പോൾ x² അങ്ങോട്ട് എടുക്കുക, ഈ a²/2 ഇങ്ങോട്ട് എടുത്താൽ a² - a²/2 ദാറ്റ്സ് ഈക്വൽ ടു a²/2. ഇതാണ് x². സോ എക്സ് എന്തായിരിക്കും? a/√2. ഏതാണ് a/√2 എന്നുള്ളത്? എ ആണ്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ സോൾവ് ചെയ്തത് നിങ്ങൾക്ക് തിയറിനെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാവും എന്നുള്ള അസംഷനിലാണ്. ആ തിയറി പാർട്ടിൽ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഭാഗം പോയി റെഫർ ചെയ്യുക. അത്യാവശ്യം സിമ്പിൾ പേപ്പർ തന്നെ ആയിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. ഞാനും നിങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ചെയ്തത്. ഞാനിത് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് ശരിക്കും ചെയ്തത്, ക്വസ്റ്റ്യൻ കാണുന്നതും. അപ്പോൾ ഇന്ന് കീം എക്സാം കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും, ഉടൻ തന്നെ ആണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇതിലെ സ്റ്റെപ്പുകളിലോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആൻസർ കീ ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും സ്റ്റെപ്പുകളിലോ കാര്യങ്ങളിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ ഹാർവസ്റ്റ് ഓൺലൈൻ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടി ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമുകളും, കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നേറുക. നിങ്ങളിനി എഴുതാൻ പോകുന്ന എല്ലാ എൻട്രൻസ് എക്സാമുകൾക്കും എൻ്റെ വിജയാശംസകൾ. ബൈ.